ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ സാമ്പത്തിക സ്ഥാപനമായ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ സാമ്പത്തികമായും ഭരണപരമായും തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ചില ഗൂഢാലോചനകൾ നടക്കുകയാണ്. ഈ സൊസൈറ്റിയുടെ സിഇഒയെയും ചെയർമാനെയും വധിക്കാൻ 8 അംഗ സംഘത്തിന് കൊട്ടേഷൻ നൽകിയതായാണ് വിവരം. സൊസൈറ്റിയിൽ നിന്നും നേരത്തെ പുറത്തുപോയ ചില ജീവനക്കാർ തന്നെയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നാണ് സൂചനകൾ. ഏത് വിധേനയും ഈ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഭരണ സംവിധാനം തകർക്കുകയാണ് അവരുടെ പ്രധാന ലക്ഷ്യമെന്നും അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സിഇഒക്കും ചെയർമാനും നേരെ വധഭീഷണിയും കൊട്ടേഷനും ഉണ്ടായെന്നും പറയപ്പെടുന്നു. 8 അംഗങ്ങൾ ഉള്ള ഒരു സംഘം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണം നടത്തുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളുടെ പിന്നിൽ കൈരളി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുമായി ബന്ധമുള്ള ആൾക്കും പങ്കുണ്ടെന്ന ഒരു ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് വിട്ടുപോയ ജീവനക്കാരുടെ കൂട്ടായ്മയാണ് ഇതിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരാതിയിൽ പറയുന്ന വീഡിയോകളും മറ്റ് ഡിജിറ്റൽ തെളിവുകളും ശേഖരിക്കാനുള്ള നീക്കങ്ങളും നടക്കുകയാണ്. സൈബർ സെല്ലിന്റെ സഹായവും തേടിയിട്ടുണ്ട്. അക്ഷരങ്ങൾ പോലും തെറ്റില്ലാതെ എഴുതാൻ അറിയാത്ത ചില ഓൺലൈൻ മീഡിയകളും വ്യാജ വാർത്തകളുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ ഏതാണ്ട് 1.5 വർഷം മുന്നേ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡിലെ ചില ബ്രാഞ്ചുകളിലും റീജിയണൽ ഓഫീസിലുമായി ആദായനികുതി വകുപ്പിന്റെ ഒരു പരിശോധന നടന്നതിന്റെ പേരിൽ ചിലർ അന്നും മനഃപൂർവ്വം തെറ്റായ പ്രചരണം നടത്തിയിരുന്നു. സൊസൈറ്റിയുടെ പേരിന് കളങ്കം വരുത്തുവാനും നിക്ഷേപകരെ ഭയപ്പെടുത്താനും ചില സ്ഥാപിത താൽപര്യക്കാരായ ആളുകൾ സോഷ്യൽ മീഡിയ വഴിയും മറ്റ് മാധ്യമങ്ങൾ വഴിയും ഈ പരിശോധനയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡായാണ് വരുത്തി തീർക്കാൻ ശ്രമിച്ചതെന്നും ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ ഒരു ഗൂഢാലോചന സംശയിക്കുന്നതിനാൽ അന്വേഷണം ആവശ്യപ്പെട്ട് സിവിലായും ക്രിമിനലായും നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും സൊസൈറ്റി ചെയർമാനായ സോജൻ ബി അവിരാച്ചൻ അന്ന് അറിയിച്ചിരുന്നു. ആദായനികുതി വകുപ്പിന്റെ പരിശോധനകൾ നിരവധി സ്ഥാപനങ്ങളിൽ നടക്കാറുണ്ട്. അതൊരു സ്വാഭാവികമായ നടപടി ക്രമം മാത്രമാണ്. മാനേജ്മെന്റ് ഈ പരിശോധനയുമായി എല്ലാ രീതിയിലും സഹകരിച്ചിരുന്നുവെന്നും അധികൃതർ വാർത്താക്കുറിപ്പിലൂടെ അന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ വിവാദങ്ങൾക്കെല്ലാം ശേഷം ഈ വർഷം ഫെബ്രുവരിയിൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് വാർഷിക ജനറൽ ബോഡി യോഗം ബാംഗ്ലൂർ സൗത്ത് അവന്യൂ ഗ്രൗണ്ടിൽ വെച്ച് നടന്നിരുന്നു. ഈ യോഗത്തിൽ 5 സംസ്ഥാനങ്ങളിൽ നിന്നും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 12,000 സഹകാരികളാണ് പങ്കെടുത്തത്. രാജ്യത്തെ ഏറ്റവും വലിയ സഹകാരി സംഗമത്തിനാണ് ICCSL വേദി ഒരുക്കിയത്. കർണാടക സർക്കാരിന്റെ സഹകരണ സംഘങ്ങളുടെ ലീഗൽ സെൽ ജോയിന്റ് രജിസ്ട്രാർ സുരേഷ് ഗൌഡയാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. അന്ന് സിഇഒ മീനു ജോണിന്റെ നേതൃത്വത്തിൽ 2024-25 വർഷത്തെ കണക്കുകളും 25-26 വർഷത്തെ പദ്ധതികളും അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. 2024-25 വർഷത്തിൽ 10 ലക്ഷം സഹകാരികൾ എന്ന നേട്ടം സൊസൈറ്റിക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതായി ചെയർമാൻ ഡോക്ടർ സോജൻ ബി അവിരാച്ചൻ പറഞ്ഞത് സദസ്സ് കയ്യടികളോടെയാണ് ഏറ്റെടുത്തത്. രാജ്യത്ത് മറ്റൊരു ക്രെഡിറ്റ് സൊസൈറ്റിക്കും ഈ നേട്ടത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 1500-ൽ പരം ഓഫീസ് സ്റ്റാഫുകൾ സൊസൈറ്റിക്കുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ 1,800 കോടി രൂപയുടെ പ്രീ മെച്യൂരിറ്റി കൊടുക്കാൻ സൊസൈറ്റിക്ക് സാധിച്ച കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. ജനങ്ങളുടെ വിശ്വാസം അനുദിനം വളർത്തിക്കൊണ്ട് വരും തലമുറകൾക്ക് കൂടി ഉപകാരപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമായി മാറുകയാണ് ICCSL. ഇതിന്റെ ഭാഗമായി മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലേക്ക് കൂടി ഈ സൊസൈറ്റി വിപുലീകരിക്കുകയാണ്. രാജ്യത്തിന്റെ കരുത്തായി മാറേണ്ട ഒരു യുവതലമുറയെ വാർത്തെടുക്കാനാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സൊസൈറ്റി ശ്രമിക്കുന്നത്. ഇതിനുവേണ്ടിയുള്ളതാണ് ICCS കോളേജും അനന്ത IAS അക്കാദമിയും. മെമ്പർമാരുടെ മക്കൾക്ക് അനന്ത IAS അക്കാദമിയിൽ 50% സ്കോളർഷിപ്പും സഹകാരികൾ നിർദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ICCS കോളേജിൽ ഫീസിലെ ഇളവും നൽകാറുണ്ട്. 5000 വിദ്യാർത്ഥികൾക്കായി 5 കോടിയുടെ സ്കോളർഷിപ്പാണ് സൊസൈറ്റി നൽകി വരുന്നത്. ആദായനികുതി വകുപ്പ് സൊസൈറ്റിയിൽ നേരത്തെ പരിശോധന നടത്തിയപ്പോൾ ചിലർ സൊസൈറ്റിയെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ വീണ്ടും കൂടുതൽ ഉയരങ്ങളിലേക്കാണ് ഈ സൊസൈറ്റി കുതിക്കുന്നത്. ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് സൊസൈറ്റിക്ക് എതിരാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് ചെയർമാനെതിരെ വധഭീഷണിയുമായി ശത്രുക്കൾ രംഗത്ത് വരുന്നത്. 1/4 നൂറ്റാണ്ടിലേറെയായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. എല്ലാവിധ ഓഡിറ്റിങ്ങിനും പരിശോധനകൾക്കും വിധേയമായി 100% നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണത്. വ്യാജ ആരോപണങ്ങളിൽ തളരാതെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സൊസൈറ്റിയെ കരകയറ്റിയ ചെയർമാൻ സോജൻ ബി അവിരാജ് കൂടെ ഷെയർ ഹോൾഡേഴ്സ് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പല സാമ്പത്തിക തട്ടിപ്പുകളും നടക്കുന്നത് കൊണ്ട് അതിലൊക്കെ പെട്ട് കുറെ പേർക്ക് പണം നഷ്ടമാകുന്നത് കൊണ്ട് ഒരു നല്ല സ്ഥാപനത്തെയും ആ കൂട്ടത്തിൽ പെടുത്തി ഇല്ലാതാക്കാൻ എളുപ്പമാണ്. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ അംഗങ്ങളായിട്ടുള്ള വിശ്വാസത്തിന്റെ പര്യായമായ ഒരു സ്ഥാപനത്തെ തകർക്കുക എന്നത് ഏറെക്കുറെ അസാധ്യവുമാണ്. മാത്രമല്ല ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം കൂടിയാണ് 1/4 നൂറ്റാണ്ടിലേറെ കാലമായി ഇവിടെയുള്ള ICCSL എന്ന സ്ഥാപനം. ഇന്നേവരെ ആരെയും വഞ്ചിക്കാതെ നിക്ഷേപകർക്ക് സുരക്ഷയും ഉയർന്ന നേട്ടവും നൽകിയാണ് സൊസൈറ്റി 10,000 കോടി നിക്ഷേപം എന്ന ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത്.